ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീ ലോഞ്ചറിൽ ഇപ്പോൾ 1.21.10 സ്കിൻ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് ബെഡ് റോക്ക് ബാലന്റെ സ്കിന്ന്. ഞാൻ ഇതിനു മുമ്പ് പഴയ വെർഷനുകൾ കാണിച്ചു തന്നായിരുന്നു. ഇന്നും ഒരു തലപിടിച്ച ദിവസം തന്നെയാണ്. ഞാൻ ഇന്ന് ആ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതിനാണ് നമ്മുടെ പൊട്ടന്മാരി ആവശ്യമുണ്ട്. ബബിൾദ ഇവിടെ ഉണ്ട്. ഈ ഫാം ഞാൻ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാം വർക്ക് ചെയ്തതിന് ശേഷം ഇത് പൊട്ടിച്ചിടുന്നു മാറ്റും. വില്ലേജർ ബ്രീഡറിൽ ഇതുവരെ ഒരു ചെറുക്കനെ പോലും കിട്ടിയിട്ടില്ല. അത് പിന്നെ ഉണ്ടാക്കിയിട്ട് മൈൻക്രാഫ്റ്റില് ഒരു ദിവസം പോലും ആയിട്ടില്ല. അതല്ല, ഒരു ദിവസം ആയിട്ടുണ്ടാവും, 2 ദിവസമൊന്നും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വർക്കാവാത്ത. ഇവന്മാരിവിടെ ഉണ്ട്. ഞാൻ ഇതിന്റെ മെക്കാനിക്സ് കാണിച്ചതായി. ബെഡ് ഇങ്ങനെ വെച്ച പിന്നെ ഇവിടെ ഒരു കുഴി കൊണ്ട് ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വീറ്റിന്റെ സീഡൊക്കെ ഒന്ന് മാറ്റിട്ട് എൻ്റെ ക്യാരറ്റ് മാത്രം ആക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ക്രോപ്പ് ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. സാധനങ്ങളുടെ ആവശ്യമുണ്ട്, മെറ്റീരിയൽസ്. അതിന് മെയിനായിട്ട് വേണ്ടാണ് മരം. അപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രീഡർ ഉണ്ടാക്കുമ്പോഴും പിന്നെ ആ വില്ലേജ് കണ്ടുപിടിക്കുമ്പോഴും എൻ്റെ റെക്കോർഡർ ഓഫ് ആയിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ജംഗിൾ ടെമ്പിളും കണ്ടുപിടിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്ക് വൈൽഡ് ആർമർ ട്രിമ്മും കിട്ടിയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞത്. ഇനി ആ റിസൾട്ട്സ് ഒന്ന് വേഗം കളക്ട് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ 3 സ്റ്റാക്കോളം മരമായിട്ടുണ്ട്. ഇതാ കണ്ടു, 3 സ്റ്റാക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് പ്ലെയിൻ ആക്കണം. ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവന്മാര് കുറച്ചു നേരം ഇവിടെ കണ്ണും നോക്കി നിൽക്കുന്നു. ഒന്നും ഉണ്ടാവുന്നൊന്നുമില്ല. ഞാൻ 2 ബെഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പൊടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചോക്കട്ടെ. ഓക്കെ, ഞാനവിടെ എക്സ്ട്രാ 2 ബെഡ് വെച്ചില്ല. അതിന് പകരം ഉണ്ടായിരുന്ന ബെഡ് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് വീണ്ടും വെച്ച് നോക്കി. ഇവിടെയുള്ള ക്രോപ്സ് ഒക്കെ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അത് മൊത്തം ഹാർവെസ്റ്റ് ചെയ്ത് ഇനി പൊട്ടാറ്റോ മാത്രം എടുത്ത് ഇവിടെ നടട്ടെ. ഓക്കെ, അതും കഴിഞ്ഞു. ഇവന്മാർക്ക് ഈ ബീട്രൂട്ട് ഒന്ന് കൊടുത്തോക്കട്ടെ. കാരണം ബീട്രൂട്ട് വെച്ചും ബ്രീഡ് ആവാറുണ്ട്. ഇതാണ് പല്ലേക്കാത്തതിൻ്റെ കുഴപ്പം. ഓക്കെ, ഞാൻ ഇവിടുന്ന് പോട്ടെ.
ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറിഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സംഭവം കിട്ടി. കാരണം നമ്മുടെ ഒരു ഫാർമറും ഒരു നോർമൽ വില്ലേജറും ഉണ്ടെങ്കിലേ ബ്രീഡർ വർക്കാവുള്ളൂ എന്നാണ് യൂട്യൂബിലെടുത്താൻ പുതിയ വെർഷനായ 1.21 പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റത്തോണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങുകയാണ്. വില്ലേജറിന് പിന്നെ ആയിട്ട് ചെയ്താൽ മതിയല്ലോ. ആദ്യം ഒരു 9x9 നിങ്ങൾ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചുണ്ടാക്കും. ഞാനിപ്പോൾ നമ്മുടെ സ്പ്രൂസ് വുഡാണ് എടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ സ്റ്റോൺ ആയതുകൊണ്ട് ഉള്ളിലെ സ്റ്റോൺ മാറ്റി ഡേറ്റ് ആക്കുവാണ്. നിങ്ങളുടെ ഓൾറെഡി ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് 3 ബിൽഡിംഗ് ബ്ലോക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് താഴത്തോട്ട് 2 അടി വീതിയുള്ള 3 സൈഡിലോട്ടായിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചെസ്റ്റും വെക്കുക. 2 ഹോപ്പർ എടുത്ത് അതിലോട്ട് കണക്റ്റും ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ ഇതേപോലെ. എന്നിട്ട് ഇത് വർക്കാവുന്നുണ്ടോ കൂടി നോക്കുക. ഇതിപ്പോൾ വർക്കാവുന്നുണ്ട്. എന്നിട്ട് ഈ ഹോപ്പറിനുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്ക് വെക്കുക. പിന്നെ ഒരു സ്ലാബ് എടുത്തിട്ട് ഈ ഹോപ്പറിൻ്റെ മണ്ടയിലും വെക്കണം. എന്നിട്ട് ഈ സ്ലാബിൻ്റെ മണ്ടയിൽ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് റെയിൽ എടുക്കണം. റെയിൽ എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് റെയിലിൻ്റെ മണ്ടയിൽ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ അടിയിൽ ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചോളെ. ഇനി നമ്മുടെ വില്ലേജറിന് ഇരുത്താൻ പറ്റുമല്ലോ ഇവിടെ ഒരു കൂടും കൂടി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഈ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ 2 ബ്ലോക്ക് ഹൈറ്റിലോട്ടാക്കണം. ഞാനിതൊന്ന് ലുക്കിന് വേണ്ടി സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വുഡാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു കുലുക്കവും ഇല്ല. ഈ ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ പറയുന്നത് 2 ഫാർമേഴ്സിന് എന്തായാലും ഇതൊക്കെ ആവാൻ പറ്റും, ബ്രീഡാവാൻ പറ്റും. നോർമൽ വില്ലേജറും ഫാർമറും തന്നെ വേണമെന്നില്ല എന്ന്. ഇവിടെ പൊട്ടന്മാര് ഒരു കുട്ടീനെ താഴെ എനിക്ക് ഇവന്മാരെനിക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫുണ്ടത് എവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് കയറി കിടന്ന്. ഇനിയിപ്പോൾ ഈ മണ്ടൻ അങ്ങോട്ട് തിരിച്ചു വരട്ടെ. ഈ പൊട്ടൻ ഇങ്ങോട്ട് വരാണ്ട് നോക്കിയിട്ട് ആ മണ്ടൻ അങ്ങോട്ട് കയറ്റി ആ പൊട്ടൻ ഇങ്ങോട്ട് വരാണ്ട് നോക്കി. പിന്നെ ഞാൻ ഒരു കമ്പോസ്റ്ററും കൂടി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഗൂഗിളിനെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്. ജയ് ഗൂഗിൾ ബലി. പിന്നെ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഹോൾ ചെയ്തിട്ട് ഇവിടെ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു സ്ലാബും കൂടി വെച്ച് കൊടുക്കുക. ഈ ഏരിയ മൊത്തം ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ AFK ഇരിക്കാൻ പോകുന്നു. ഇവിടെ ഇത് AFK ആവുന്ന സമയം കൊണ്ട് എനിക്കാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പോയി എഡിറ്റ് ചെയ്യട്ടെ. ഇവിടെ AFK ഇരിക്കാം. ഈ ബ്രീഡർ ഇതുവരെയായിട്ട് വർക്കായിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും കേടായെന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ പണി തന്നെന്ന് ഉറപ്പായി. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. ഓട്ടോമാറ്റിക് റോ ഫാം ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. പിന്നെ ഇത് അടുത്ത എപ്പിസോഡിൽ റെഡിയാക്കാം. ഇവന്മാരിങ്ങനെ ഓരോ പണി തന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും മാറ്റേണ്ടി വരും. പിന്നെ ഈ ഓട്ടോമാറ്റിക് റോ ഫാം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടട്ടെ. ടാറ്റ ബൈ ബൈ.